ഹു ഈസ് ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ്? ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ. സോ ലവ് യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. UDF ഭരിക്കുന്ന നഗരസഭയിൽ അഴിമതി ആരോപിച്ച LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ റീത്ത് വണ്ടി ജാഥയുമായി LDF മുനിസിപ്പൽ കമ്മിറ്റി. സെപ്റ്റംബർ 9 രാവിലെ 9:30 അഴിമതിയുടെ സ്മാരകങ്ങൾ റീത്ത് സമർപ്പണം എന്ന പേരിലാണ് ജാഥ നടത്തുന്നതെന്ന് നേതാക്കൾ കൊണ്ടോട്ടിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ അതിനകത്ത് വളരെ സങ്കീർണമായിട്ടുള്ള അഴിമതി നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് ചെയ്താലും ഈ കൊണ്ടോട്ടിയിൽ ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും എന്നുള്ളൊരു അഹങ്കാരം. നഗരസഭയിലെ മിക്ക പദ്ധതികളിലും അഴിമതിയുണ്ടെന്ന് നേതാക്കൾ ആരോപിച്ചു. വലിയ തുക മുടക്കിയിട്ടും തുറന്നുകൊടുക്കാത്ത സ്ഥാപനങ്ങളിലേക്കാണ് സമരം. ബസ് സ്റ്റാൻഡിലെ വിശ്രമ കേന്ദ്രം ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. 14 ലക്ഷം മുടക്കി നിർമ്മിച്ച പകൽ വീട് കാടുമൂടി കിടക്കുകയാണ്. 18 ലക്ഷം രൂപ ചെലവിട്ട വനിതാ ഹോസ്റ്റൽ ഇതുവരെ തുറന്നു കൊടുത്തില്ല. ബസ് സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞാൽ 1,47 ലക്ഷം രൂപ വിവിധ ഫണ്ടുകളായിട്ട് അവിടെ ചെലവഴിച്ചെന്ന ഭരണപക്ഷം പറഞ്ഞു. അവിടെ എഴുതി വായിച്ച കണക്കെടുപ്പ് തരാം. പുനരുദ്ധാരണം ബസ് സ്റ്റാൻഡ് അവിടെ ആദ്യം ഉണ്ടല്ലോ, കെട്ടിടങ്ങൾ ആദ്യം ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അതിൽ കൊടുത്ത റൂമുകൾ തന്നെ വാടക കൊടുത്തതിൽ വ്യത്യസ്ത അഭിപ്രായം. 2,000, 3,000 കൊടുത്തത് താഴെ വളരെ കുറഞ്ഞ റേറ്റിനാണ് കൊടുത്തതെന്നുള്ള പരാതികൾ ആദ്യം ഉണ്ട്. ഈ ടെൻഡർ ആണെങ്കിൽ പ്രശ്നമില്ല, അത് സ്വാഭാവികമായും നിയമപ്രകാരം ചെയ്യുന്നത്. അതിലൊക്കെ സർക്കാർ ലാഭമേ ഉണ്ടാവുള്ളൂ. ഇത്തരം ടെൻഡറുകളാണ് നഷ്ടത്തിലേക്ക് പോവുക. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ തന്നെ നടക്കുന്ന പ്രവർത്തികൾ ഒരു പ്രൊജക്റ്റ് അല്ലത്, വ്യത്യസ്തമായ പ്രൊജക്റ്റുകളാണ്. ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ മാത്രമേ 1.40 കാണാൻ കഴിയൂ. അവിടെ ഇതിൻ്റെ ഒരു പ്രശ്നം. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുണ്ട്, തനത് ഫണ്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് ബന്ധമുള്ളതാണ് അഴിമതി നടത്താൻ ഏറ്റവും സൗകര്യം. ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ. 50 ലക്ഷം രൂപയുടെ നഗരാരോഗ്യ കേന്ദ്രവും 55 ലക്ഷം രൂപ വകയിരുത്തിയ ബഡ്സ് സ്കൂൾ കേന്ദ്രവും പൂർത്തീകരിച്ചിട്ടില്ലെന്നും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്ന് നേതാക്കളായ പാറപ്പുറം അബ്ദുറഹ്മാൻ, ശിഹാബ് കോട്ട, M ഹബീബ്, VP മുഹമ്മദ് കുട്ടി, KP അസീസ് ബാവ, AP സലീം, PP മജീദ്, A ഷാജു എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് എയർ 1. ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞ സ്മാർട്ട് അംഗനവാടി അതിൽ 20 ലക്ഷം പെയിന്റ് അടിക്കൽ, കുറച്ച് ഫർണിച്ചർ, കുട്ടികൾ ആവശ്യമുള്ള ഫർണിച്ചർ വാങ്ങിയ 20 ലക്ഷം രൂപയുടെ അഴിമതി ഓഡിറ്റിംഗ് റിപ്പോർട്ടിലുള്ളത്. അപ്പൊ ഇത് തുടർച്ചയായിട്ട് സർക്കാർ ഏജൻസികൾക്കും പിന്നെ സബ് കൊടുക്കും അവര് ചെയ്തു കൂട്ടുന്നതാണ് കാര്യങ്ങളാണ്. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.